ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. നമ്മുടെ 30-30 ചാലഞ്ച് ആയിട്ടുള്ള 30 ഡേയ്സ് 30 ക്വസ്റ്റ്യൻസിലെ ഡേ 4ലാണ് നമ്മൾ നിൽക്കുന്നത്. ഡേ 3 വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. നമുക്കിനിയും ഡേയ്സ് കിടക്കുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 4ലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബും ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്തിടൂ. സോ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. കാരണം ഈ 30-30 ചാലഞ്ച് ഫുൾ GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ടും ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഏതാണ് എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളതാണ് അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയായിട്ട് അറിയപ്പെടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്വർണത്തിൻ്റെ ശുദ്ധത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ് എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാണ്? സ്വർണത്തിൻ്റെ ശുദ്ധത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ക്യാരറ്റ് ആണ്. സോ തേർഡ് ക്വസ്റ്റ്യൻ, ഹാൻഡ് വീവിൻ്റെ ആസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. കണ്ണൂരാണ് ഹാൻഡ് വീവിൻ്റെ ആസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. എന്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത്? ഫോർത്ത് ക്വസ്റ്റ്യൻ, എന്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത്? പെട്രോളിയത്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? സാൻ മരീനോ ആണ് ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ആയിട്ട് അറിയപ്പെടുന്നത്. സോ ഈ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം ആണ്. സ്വർണത്തിൻ്റെ ശുദ്ധത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ക്യാരറ്റ് ആണ്. ഹാൻഡ് വീവിൻ്റെ ആസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് കണ്ണൂരാണ്. എന്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത്? പെട്രോളിയത്തിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്കായിട്ട് അറിയപ്പെടുന്നത് സാൻ മരീനോ ആണ്. ഓക്കെ, ഈ 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. സോ നമുക്ക് നമ്മുടെ 6th ക്വസ്റ്റ്യൻ നോക്കാം. ടാൻസാനിയൻ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ആരാണ് ടാൻസാനിയൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്? ജൂലിയസ് നിറേറെ ആണ് ടാൻസാനിയൻ ഗാന്ധിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 7th ക്വസ്റ്റ്യൻ, ശ്രീബുദ്ധനെ സംസ്കരിച്ച സ്ഥലം. ശ്രീബുദ്ധനെ സംസ്കരിച്ച സ്ഥലം ഏതാണ് എന്നാണ്. 7th ക്വസ്റ്റ്യൻ ഏതാണ്? കുശിനഗറാണ് ശ്രീബുദ്ധനെ സംസ്കരിച്ച സ്ഥലം. 8th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഇടുക്കി ജില്ലയിലെ ചിനാറാണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലമായിട്ട് കണക്കാക്കുന്നത്. ക്യൂലെക്സ് കൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? മന്താണ് ക്യൂലെക്സ് കൊതുകുകൾ പരത്തുന്ന രോഗം. 10th ക്വസ്റ്റ്യൻ, ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജൂൺ 5th ആണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, സോ അവർ 6th വൺ, ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നിറേറെ ആണ് ടാൻസാനിയൻ ഗാന്ധിയായിട്ട് അറിയപ്പെടുന്ന വ്യക്തി. ശ്രീബുദ്ധനെ സംസ്കരിച്ച സ്ഥലം കുശിനഗറാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ ചിനാറാണ്. ക്യൂലെക്സ് കൊതുകുകൾ മന്ത് രോഗമാണ് പരത്തുന്നത്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5th ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു 11th വൺ. കോവിലൻ്റെ യഥാർത്ഥ നാമം. 11th ക്വസ്റ്റ്യൻ, കോവിലൻ്റെ യഥാർത്ഥ നാമം എന്ത് എന്നുള്ളതാണ്. എന്താണ്? VV അയ്യപ്പനാണ് കോവിലൻ്റെ യഥാർത്ഥ നാമം. ഓക്കെ, 12th ക്വസ്റ്റ്യൻ, വാഹനം മുന്നോട്ട് പോകാനുള്ള സൂചന നൽകുന്ന ലൈറ്റിൻ്റെ നിറം. നമ്മൾ ട്രാഫിക്കിൽ വാഹനം മുന്നോട്ട് പോകാനുള്ള സൂചന നൽകുന്ന ലൈറ്റിൻ്റെ നിറം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? എല്ലാവർക്കും അറിയാം, എന്താണ്? പച്ച അല്ലേ. സോ നമ്മുടെ 3rd ക്വസ്റ്റ്യൻ, അമൃത്സർ എന്ന നഗരം സ്ഥാപിച്ചതാര്? അമൃത്സർ എന്ന നഗരം സ്ഥാപിച്ചതാര്? ആരാണ്? സിഖ് ഗുരു രാംദാസ് ആണ് അമൃത്സർ എന്ന നഗരം സ്ഥാപിച്ചത്. 14th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം. കേരളത്തിലെ
ആദ്യത്തെ കയർ ഗ്രാമം ഏതാണെന്നാണ് ചോദ്യം. വയലാർ, ആലപ്പുഴ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ഏതാണ്? വയലാറാണ്, ആലപ്പുഴയിൽ. 15th ക്വസ്റ്റ്യൻ, മാനസിക വളർച്ച മുരടിപ്പിക്കുന്ന അവസ്ഥ. മാനസിക വളർച്ച മുരടിപ്പിക്കുന്ന അവസ്ഥ ഏതാണ്? മംഗോളിസ് ആണ് മാനസിക വളർച്ച മുരടിപ്പിക്കുന്ന അവസ്ഥ. ഓക്കെ, സോ 11th ക്വസ്റ്റ്യൻ, കോവിലൻ്റെ യഥാർത്ഥ നാമം എന്താണ്? വി അയ്യപ്പൻ എന്നാണ്. വാഹനം മുന്നോട്ട് പോകാനുള്ള സൂചന നൽകുന്ന ലൈറ്റിൻ്റെ നിറം പച്ച. അമൃത്സർ എന്ന നഗരം സ്ഥാപിച്ചതാര്? സിഖ് ഗുരു രാംദാസ് ആണ് അമൃത്സർ എന്ന നഗരം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ഏതാണ്? വയലാറാണ്, ആലപ്പുഴയിലെ. 15th ക്വസ്റ്റ്യൻ, മാനസിക വളർച്ച മുരടിപ്പിക്കുന്ന അവസ്ഥ ഏതാണ്? മംഗോളിസ് ആണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു 16th ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടു അല്ലേ? ഏതായിരുന്നു ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം? ഇടുക്കി ജില്ലയിലെ ചിനാറാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായിട്ട് കണക്കാക്കുന്നത്. 17th ക്വസ്റ്റ്യൻ, മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ വാഹനം. 17th ക്വസ്റ്റ്യൻ, മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ വാഹനം ഏതാണ്? അപ്പോളോ 2 ആണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ വാഹനം. അപ്പോളോ 2. ഓക്കെ, 18th ക്വസ്റ്റ്യൻ, ഉയരങ്ങളിൽ അസ്തമയം ആരുടെ കൃതിയാണ്? 18th ക്വസ്റ്റ്യൻ, ഉയരങ്ങളിൽ അസ്തമയം ആരുടെ കൃതിയാണ്? ജി വിവേകാനന്ദൻ്റെ കൃതിയാണ് ഉയരങ്ങളിൽ അസ്തമയം. ഓക്കെ, സോ നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ, നവോദയ വിദ്യാലയം ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം. നവോദയ വിദ്യാലയം ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ഓക്കെ, 19th ക്വസ്റ്റ്യൻ, നവോദയ വിദ്യാലയം ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. 20th ക്വസ്റ്റ്യൻ, കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്നത് ആരാണ്? കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്നത് ആരാണ്? മണ്ണിരയാണ് കർഷകൻ്റെ മിത്രമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ 16th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ്. 17th ക്വസ്റ്റ്യൻ, മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ വാഹനം അപ്പോളോ 2 ആണ്. 18th വൺ, ഉയരങ്ങളിൽ അസ്തമയം ആരുടെ കൃതിയാണ്? ജി വിവേകാനന്ദൻ്റെ കൃതിയാണ് ഉയരങ്ങളിൽ അസ്തമയം. നവോദയ വിദ്യാലയം ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം ആയിട്ട് അറിയപ്പെടുന്നത് തമിഴ്നാടാണ്. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്നത് മണ്ണിരയാണ്. ഓക്കെ, സോ 20 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ 21st ക്വസ്റ്റ്യൻ. കേരളത്തിലെ തീരപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ പ്രധാന തൊഴിൽ. കേരളത്തിലെ തീരപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ പ്രധാന തൊഴിൽ ഏതാണ്? മത്സ്യബന്ധനമാണ് കേരളത്തിലെ തീരപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ പ്രധാന തൊഴിൽ. 22nd വൺ, മഴ അളക്കാനുള്ളതിനുള്ള ഉപകരണം. ഓക്കെ, മഴ അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? മഴമാപിനിയാണ് മഴ അളക്കുന്നതിനുള്ള ഉപകരണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23rd, ആദ്യമായി ബഹിരാകാശത്തെത്തിയ ലൈക്ക എന്ന പട്ടി സഞ്ചരിച്ച വാഹനം. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ലൈക്ക എന്ന പട്ടി സഞ്ചരിച്ച വാഹനം സ്പുട്നിക് 2 ആണ്. 24th ക്വസ്റ്റ്യൻ, കുന്നിൻ്റെ താഴ്വരയിൽ ആരുടെ കൃതിയാണ്? നന്ദനാർ. കുന്നിൻ്റെ താഴ്വരയിൽ ആരുടെ കൃതിയാണ്? നന്ദനാർ. പൂക്കളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? സിക്കിമാണ് പൂക്കളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. മഴ അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? മഴമാപിനിയാണ്. കേരളത്തിലെ തീരപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ലൈക്ക എന്ന പട്ടി സഞ്ചരിച്ച വാഹനം സ്പുട്നിക് 2 ആണ്. കുന്നിൻ്റെ താഴ്വരയിൽ ആരുടെ കൃതിയാണ്? നന്ദനാർ. പൂക്കളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം സിക്കിമാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ദെൻ 26th ക്വസ്റ്റ്യൻ, കയർ വ്യവസായത്തിന് പ്രസിദ്ധി നേടിയ കേരളത്തിലെ ജില്ല. കയർ വ്യവസായത്തിന് പ്രസിദ്ധി നേടിയ കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ലയാണ്.
27th വൺ, ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് വ്യക്തമായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് വ്യക്തമായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ടെലിസ്കോപ്പാണ്. ഓക്കെ. 28th ക്വസ്റ്റ്യൻ, ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ റഷ്യക്കാരൻ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ റഷ്യക്കാരൻ ആരാണ്? യൂറി ഗഗാരിനാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ റഷ്യക്കാരൻ. ചുക്ക് ആരുടെ കൃതിയാണ്? ചുക്ക് ആരുടെ കൃതിയാണ്? തീക്കൊടിയാൻ്റെ കൃതിയാണ് ചുക്ക്. ഓക്കെ. ഇതുപോലെ ചുക്ക് എന്ന പേരിൽ തകഴിയും കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചുക്ക് ആരുടെ കൃതിയാണെന്നാണ് ചോദ്യം. തീക്കൊടിയാൻ്റെ കൃതിയാണ് ചുക്ക്. കൈത്തറി വ്യവസായത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? കണ്ണൂരാണ്. കണ്ണൂരാണ് കൈത്തറി വ്യവസായത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇത്രയും ക്ലിയർ ആയല്ലോ. കയർ വ്യവസായത്തിന് പ്രസിദ്ധി നേടിയ കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ലയാണ്. ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് വ്യക്തമായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ടെലസ്കോപ്പാണ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ റഷ്യക്കാരൻ യൂറി ഗാഗാരിനാണ്. ചുക്ക് ആരുടെ കൃതിയാണ്? തീക്കൊടിയാൻ്റെ കൃതിയാണ്. കൈത്തറി വ്യവസായത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ ഡേ 5 നമുക്ക് ഇതുപോലെ 30 ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. സോ ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ.